സ്വകാര്യ വെളിപാടുകൾ എന്താണ് എന്നാണ് ഇതിന്റെ അടുത്ത ഘട്ടം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടെ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അപ്പൊ അങ്ങനെയാണ് ഈ സ്വകാര്യ വെളിപാട് എന്ന് പറഞ്ഞാൽ? സ്വകാര്യ വെളിപാട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പ്രൈവറ്റ് റെവലേഷൻസ് എന്ന് വിളിക്കുന്നത്, ഉദാഹരണത്തിന് പരിശുദ്ധ കന്യകാമറിയം ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു, എന്നിട്ട് മാതാവ് ചില സന്ദേശങ്ങളൊക്കെ നൽകുന്നു. അപ്പൊ ആളുകളൊക്കെ അവിടേക്ക് പോകുന്നു, ആ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നു, അതിനെ ചിലപ്പോൾ പുസ്തകങ്ങളാക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ആളുകൾ പോകും. അല്ലെങ്കിൽ ചില വിശുദ്ധർ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയൊക്കെ പല വിധത്തിൽ ഓരോ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ സ്വകാര്യ പ്രദേശങ്ങൾക്കോ ഒക്കെ ലഭിക്കുന്ന വെളിപാടുകളാണ്. ചിലപ്പോൾ 2-3 കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടില്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾക്ക്, ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ ചില വെളിപാടുകൾ ഉണ്ടാകും. ഇതെന്താണ് സംഭവം? ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ സഭ? ഇത് നമുക്ക് വിശ്വസിക്കാൻ ബാധ്യതയുണ്ടോ? തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം അസന്നിഗ്ധമായിട്ട് ഓർക്കുക, മിശിഹായിൽ വെളിപാട് പൂർണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എന്താണ് ഈ സ്വകാര്യ വെളിപാടുകളുടെ സാധ്യത? ഉദാഹരണത്തിന് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ലൂർദിൽ, മജഗോരയിൽ, അങ്ങനെ പല സ്ഥലത്ത് മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കും. ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? അത് നമ്മൾ വിശ്വസിക്കാൻ കടമയുണ്ടോ? സ്വകാര്യ വെളിപാടുകൾ അംഗീകരിക്കത്തക്കതാണോ? ഇങ്ങനെ തുടങ്ങുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശ്വാസ തിരുസംഘത്തിന്റെ, അന്ന് വിശ്വാസ തിരുസംഘം എന്നാണ് അറിയപ്പെടുന്നത്, പ്രീഫെക്റ്റ് ആയിരുന്ന ജോസഫ് കാർഡിനാൽ റാറ്റ്സിംഗർ 2000 ആണ്ടിൽ ഫാത്തിമ രഹസ്യത്തിന്റെ 3-ാം രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ നിന്നാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നതല്ല. എന്ന് പറഞ്ഞാൽ അത് പറയാൻ കാരണം അത് ഒതന്റിക്കാണ് ഈ പറയാൻ പോകുന്ന കാര്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനല്ല എന്ന് അസന്നിഗ്ധമായിട്ടങ്ങ് പറയുന്നത്. അത് ബെനഡിക്ട് മാർപ്പാപ്പ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ കൊട്ടേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയട്ടെ. ആദ്യം അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പൊതു വെളിപാടുകളും സ്വകാര്യ വെളിപാടുകളെയും തിരുസഭ വേർതിരിച്ചാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ. പൊതു വെളിപാടുകളും സ്വകാര്യ വെളിപാടുകളും എന്ന് പറയുന്ന എന്ന പേരിൽ ആ ഡോക്യുമെന്റ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വേർതിരിച്ചാണ് സഭ കാണുന്നത് എന്ന് ആദ്യം പഠിപ്പിക്കും. എന്ന് വെച്ചാൽ പൊതു വെളിപാട് എന്ന് പറഞ്ഞാൽ, ഈ പബ്ലിക് റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതാണ്, മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതും ശ്ലീഹന്മാർക്ക് കൈമാറിയതും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചതും വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ രേഖപ്പെടുത്തിയതും വിശുദ്ധർ ജീവിച്ചതുമായ ആ വെളിപാടിനെയാണ് പൊതു വെളിപാട് എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ സംഭവിച്ചതാണ്, ഈ ഭൂമിയിൽ സംഭവിച്ചതാണ്, മിശിഹ എന്ന ദൈവിക വ്യക്തി വഴി സംഭവിച്ചതാണ്, അവിടുത്തെ പരസ്യജീവിതത്തിലൂടെയും കുരിശുമരണ ഉത്ഥാനത്തിലൂടെയും പൂർത്തീകരിച്ചതാണ് ആ പൊതു വെളിപാട്. ഇനി സ്വകാര്യ വെളിപാടുകൾ അതിനുശേഷം വ്യക്തികൾക്കുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളോ അവർ സ്വീകരിക്കുന്ന സന്ദേശങ്ങളോ ഒക്കെയാണ്. ഇനി ഇതിനെക്കുറിച്ച് സഭയുടെ ആദ്യത്തെ കാര്യം എന്താണ്? അത് ഇത് രണ്ടിനെയും രണ്ട് ആയിട്ടാണ് സഭ മനസ്സിലാക്കുന്നതെന്നാണ്. ഇനി എങ്ങനെയാണ് രണ്ടിൽ മനസ്സിലാക്കുന്നത്? അതിങ്ങനെ അവയുടെ ഗൗരവത്തിൽ മാത്രമല്ല, സത്തയിലും, അതിന്റെ കണ്ടന്റിലും, അതിന്റെ സത്തയിലും, അതിന്റെ ഗൗരവത്തിലും, അതിന്റെ പ്രാധാന്യത്തിലും ഈ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ പരസ്യ വെളിപാടിന്റെ, മിശിഹായിൽ പൂർത്തിയായ പരസ്യ വെളിപാടിന്റെ, സുവിശേഷത്തിന്റെ പ്രാധാന്യവും സ്വകാര്യ വെളിപാടിന്റെ പ്രാധാന്യവും രണ്ടും രണ്ടാണ്. രണ്ടിന്റെയും പ്രാധാന്യത്തിൽ മാത്രമല്ല ഈ വ്യത്യാസമുള്ളത്, അതിന്റെ കണ്ടന്റിലും, കോണ്ടന്റ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഉള്ളടക്കത്തിലും, അതിന്റെ ഉൾക്കാമ്പിലും വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ കാര്യം എന്താണ്? അർത്ഥം എന്താണ്? സുവിശേഷങ്ങൾക്ക് സമാനമായി ഒരിക്കലും സ്വകാര്യ വെളിപാടുകളെ അവതരിപ്പിക്കരുത്. എന്ന് വെച്ചാൽ ഒരു സുവിശേഷ പ്രഘോഷണ വേദിയാന്ന് വിചാരിച്ചു, അവിടെ സംസാരിക്കേണ്ട സുവിശേഷങ്ങളാണ്, അല്ലാതെ ഫൗസ്റ്റീനയുടെ ഡയറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സ്വകാര്യ വെളിപാടുകളോ ഉദ്ധരിച്ചുകൊണ്ടല്ല സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്. അവിടെ പരസ്യ വെളിപാടാണ് പ്രഘോഷിക്കേണ്ടത്. ഇനി അപ്പൊ അത് വേണ്ടേ? അത് ഞാൻ അവസാനം പറയാം. അപ്പൊ അതിന്റെ ഫോക്കസ് എന്താണ്? ഫോക്കസ് എപ്പോഴും, പ്രഘോഷണത്തിന്റെ ഫോക്കസ് എപ്പോഴും, ഓൾവേസ് ആൻഡ് എവ്രിവെയർ, എല്ലായിടത്തും അത് പരസ്യ വെളിപാട് തന്നെയായിരിക്കണം എന്നതാണ്. എന്താണ് പരസ്യ വെളിപാട്? അതിനെക്കുറിച്ച് പാപ്പ ഇങ്ങനെ പഠിപ്പിക്കും: പൊതു വെളിപാടുകൾ എന്നാൽ ദൈവം മനുഷ്യകുലം മുഴുവനായിട്ടും ലക്ഷ്യം വെച്ച് നൽകുന്നതും പഴയ നിയമവും പുതിയ നിയമവും എന്ന ബൈബിളിന്റെ 2 ഭാഗങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളവയുമായ വെളിപാടുകളാണത്. അവയാണ് വെളിപാടുകൾ. കാരണം എന്താണ്? ഇനി അതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ദൈവം സാവകാശം തന്നിലേക്ക് ലോകത്തെ ആകർഷിക്കുന്നതിനും അവയെ മനുഷ്യാവതാരം ചെയ്ത പുത്രനായ യേശുക്രിസ്തുവിലൂടെ തന്നോട് ഐക്യപ്പെടുത്തുന്നതിനുമായി സ്വയം മനുഷ്യനായി അവതരിക്കുന്നിടം വരെ മനുഷ്യന് വെളിപ്പെടുത്തുന്നു.
അതുകൊണ്ട് ഇത് ബൗദ്ധികമായ ഒരു ആശയവിനിമയത്തിന്റെ വിഷയമല്ല, പിന്നെയോ ദൈവം മനുഷ്യനെ തേടിയെത്തുന്ന ജീവദായകമായ ഒരു പ്രക്രിയയാണ്. അതേസമയം ഈ പ്രക്രിയ ദൈവിക രഹസ്യം മനസ്സിലാക്കുന്നതിന് മാനസികമായ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ ഒന്നാകെ ബാധിക്കുന്നതാണ് ഈ പ്രക്രിയ. അതുകൊണ്ട് ഇതിൽ യുക്തിയും പ്രസക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാബ പറയുകയാണ്. എന്നാൽ ഇത് യുക്തിയുടെ മാത്രമൊന്നല്ല, കാരണം ദൈവം ഏകനാണ്, അവിടുന്ന് മനുഷ്യകുലവുമായി പങ്കുവയ്ക്കുന്ന ചരിത്രവും ഏകമാണ്. അത് എക്കാലത്തിലും ബാധകമാണ്. അത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പൂർണ്ണമാവുകയും ചെയ്തു. അത് എക്കാലവും ബാധകമാണ് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം വരെ ആ പൊതു വെളിപാടിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതില്ല, ഇനിയിപ്പോ പുതിയത് വരണം. അല്ല, ഇത് കാലഹരണപ്പെട്ടു. പുതിയ പുതിയ വെളിപാടുകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. ഈശോയിൽ പറഞ്ഞൊക്കെ അന്നല്ലായിരുന്നോ? അതിനുശേഷം ഇത്ര നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ പുതിയൊരു വെളിപാട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗപ്രവേശനം ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതുകൊണ്ട് അസന്നിഗ്ധമായിട്ട് വീണ്ടും നമ്മളിങ്ങനെ വായിക്കും, യേശു ക്രിസ്തുവിൽ ദൈവം എല്ലാം വെളിപ്പെടുത്തി. അതായത് അവിടുന്ന് സ്വയം സമ്പൂർണമായി വെളിപ്പെടുത്തി. അതുകൊണ്ട് വെളിപാട് ക്രിസ്തു രഹസ്യത്തോടുകൂടെ, മിശിഹാ രഹസ്യത്തോടുകൂടെ വെളിപാട് സമ്പൂർണമായി കഴിഞ്ഞു. ഇനി എന്നിട്ട് നമ്മൾ ഈ ജോൺ ഓഫ് ദ ക്രോസ് ഇല്ലേ, വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ, ആ വിശുദ്ധന്റെ ഒരു വാചകം CCC ഉദ്ധരിക്കുന്നുണ്ട്. അത് പാപ്പ ഉദ്ധരിക്കുകയാണ്. അത് ഭയങ്കര മനോഹരമാണ്. അതിങ്ങനെയാണ്: തന്റെ ഏകവചനമായ പുത്രനെ നൽകുന്നതിലൂടെ അവിടുത്തേക്ക് വേറെ വചനമില്ല. ഈ ഏകവചനത്തിലൂടെ അവിടുന്ന് എല്ലാം നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. അവിടുത്തേക്ക് ഇനി ഒന്നും പറയാനില്ല. കാരണം മുൻപ് പ്രവാചകന്മാരിലൂടെ ഭാഗികമായി അവിടുന്ന് സംസാരിച്ചവയെല്ലാം തന്റെ പുത്രനെ നൽകിയതിലൂടെ ഇപ്പോൾ ഒന്നിച്ച് സംസാരിച്ചിരിക്കുന്നു. പുത്രനെ നൽകിയതിലൂടെ അവിടുന്ന് ഒന്നിച്ച് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമം പോലും അപ്രസക്തമാകുന്നു എന്നർത്ഥം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതെല്ലാം പുതിയ നിയമത്തിൽ മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മിശിഹായിലുള്ളതേ പഴയ നിയമത്തിലുള്ളൂ, പഴയ നിയമത്തിലുള്ളതെല്ലാം മിശിഹായിൽ ഉണ്ട് താനും. അതാണ് ആ പൂർത്തീകരിക്കും എന്ന് പറയും. ഇനി ഒരു രസകരമായ ഒരു കാര്യം ജോൺ ഓഫ് ദ ക്രോസ് പ്രഖ്യാപിക്കുന്നത് സഭ തന്റെ ഔദ്യോഗിക പ്രബോധനത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആരെങ്കിലും ഒരു വെളിപാടിന് വേണ്ടി ദാഹിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവെ ഫൗസ്റ്റീനായിക്കും വെളിപാട് കൊടുക്കുന്നു, ആ പിള്ളേർക്ക് വരെ കൊടുക്കുന്നു, എനിക്ക് മാത്രം ഇത്രയും നാൾ കടന്നുറങ്ങിയിട്ടും ഒരു പ്രത്യക്ഷീകരണവും തന്നില്ലല്ലോ എന്ന് ഒരാൾ വിചാരിക്കുമെന്ന് വിചാരിച്ചു. ഒരു പ്രത്യക്ഷീകരണം എനിക്ക് തരുന്നില്ലല്ലോ, ഒരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയില്ലേ? ഒരു വെളിപാട് എനിക്കും മാതാവെന്ന് പ്രത്യക്ഷപ്പെട്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. നല്ല വെളിച്ചമൊക്കെ ആയിട്ട് മാതാവ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ആ ഭൗമിക സ്വർഗത്തിലേക്കൊക്കെ ഉയർന്നതൊക്കെ കണ്ടായിരുന്നെങ്കിൽ എന്ത് രസമുണ്ടായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു മടുത്തു എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളോട് ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും ദൈവത്തോട് പുതിയ വെളിപാടിനോ ദർശനത്തിനോ വേണ്ടി ചോദിച്ചാൽ അവൻ തന്റെ വിഡ്ഢിത്തത്തിന് മാത്രമല്ല കുറ്റക്കാരനാകുന്നത്. അവൻ തന്റെ വിഡ്ഢിത്തത്തിന് മാത്രമല്ല, അവന്റെ ഫൂളിഷ്നെസ്സിന് കൊണ്ട് മാത്രമല്ല അവൻ കുറ്റക്കാരനാകുന്നത്. പകരം പിന്നെയോ തന്റെ കണ്ണുകൾ ക്രിസ്തുവിൽ മാത്രം പതിപ്പിക്കാതെ നൂതനതയ്ക്ക് വേണ്ടി കൊതിച്ച് ജീവിച്ചതിലൂടെ ദൈവത്തെ ധിക്കരിക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് കൂടിയാണ് എന്ന് പറഞ്ഞാൽ അവൻ കുറ്റക്കാരനാകുന്നത്, അവൻ ഗിൽറ്റി ആയിരിക്കുന്നത് അവന്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ അവനാ ചോദിക്കുന്ന വിഡ്ഢിത്തം മാത്രമാണ് കുറ്റക്കാരനാക്കുന്നത്. പകരം ക്രിസ്തുവിലേക്ക് അവന്റെ കണ്ണുകൾ ഫോക്കസ് ചെയ്യാതിരിക്കുകയും എന്നിട്ടോ പുതിയത് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൊതിച്ച് ജീവിക്കുന്നതിലൂടെ ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്യുന്നതാണ്. കാരണം പൂർണ്ണമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വെളിപാടിനപ്പുറത്ത് വീണ്ടും ചോദിക്കുന്നത് ദൈവത്തെ ധിക്കരിക്കലാണ് എന്നാണ് ജോൺ ഓഫ് ദ ക്രോസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പുതിയ വെളിപാടുകളെ കുറിച്ചുള്ള ദാഹവും കൊതിയും നമുക്കുണ്ടാകേണ്ടതില്ല എന്ന് തിരുസഭ പഠിപ്പിക്കും. പുതിയ വെളിപാട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പുതിയ വെളിപാടുകളെ കുറിച്ച് ആകുലപ്പെട്ട് നടക്കുന്ന സെക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ചില സെക്റ്റുകളുടെ ഉദ്ദേശം തന്നെ ഫാത്തിമ രഹസ്യത്തിന് വേണ്ടിയുള്ള സെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില സെക്റ്റുകളൊക്കെ വരുന്നത്. ഈ മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ആൾക്കാര് ഞങ്ങള് ഈ വെളിപാടിനെ നോക്കുന്ന അവര് പറയുന്നിടത്തെല്ലാം ഈ രഹസ്യം വെളിപ്പെടുത്തി, മാതാവ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാണ്. അതവരുടെ വിഡ്ഢിത്തത്തിന് മാത്രമല്ല അവർ കുറ്റക്കാരനാകുന്നത്. അവരെപ്പോഴും മിശിഹായിൽ പൂർത്തിയായതിന്റെ അപ്പുറത്ത് മാതാവ് പിന്നെന്ത് പറഞ്ഞു, മാതാവ് അങ്ങനെ പറഞ്ഞോ എന്നും പറഞ്ഞ് അതിന്റെ പിറകെ പോകുന്നത് വഴി ദൈവത്തെ തന്നെ ധിക്കരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. ഇനി എന്ന് പറയുമ്പം മറുവശത്ത് കൂട്ടിച്ചേർക്കുകയാണ്. എന്ന് പറയുമ്പം സഭ ഭൂതകാലത്തിലേക്ക് മാത്രമേ നോക്കാവൂ എന്നോ നിർജീവമായ ആവർത്തനത്തിന് വിധേയിക്കപ്പെട്ടിരിക്കുന്നു എന്നുമല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പുതിയതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ പണ്ടുണ്ടായിരുന്നൊക്കെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ, പുതുമയൊന്നും ഇല്ലല്ലേ എന്നല്ല കരുതേണ്ടത്. എന്താണ് അതിന്റെ അർത്ഥം? വെളിപാട് പൂർണ്ണമായെങ്കിലും
അത് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല എന്നാണ്. നൂറ്റാണ്ടുകളിലൂടെ അവയുടെ പൂർണ്ണ പ്രസക്തി സാവകാശം മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ വിശ്വാസമാണ് എന്ന് CCC 66-ാമത്തെ പാരഗ്രാഫിൽ പഠിപ്പിക്കും. അതായത് ദൈവത്തിന്റെ വെളിപാട് പൂർണ്ണമാണ്, പക്ഷെ അത് വ്യക്തമായി കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊച്ചിനെ ഈ ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വഴിയും ആളുകളുടെ അറിവും അനുഭവവും വഴിയൊക്കെ ഈ ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭ്യമാണ്. പക്ഷെ ആ കൊച്ചത് ആർജിച്ചെടുക്കുന്നതനുസരിച്ചാണ് കൊച്ചിലത് പൂർണ്ണമാകുന്നത്. എന്നതുപോലെ തിരുസഭയും വളരുന്നതിനനുസരിച്ച് ലഭിച്ചിരിക്കുന്ന ദൈവീക വെളിപാടിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. പുതുമകളിലേക്കല്ല. അതൊരർത്ഥത്തിൽ പുതുമയാണ്. എങ്ങനെയാണ്? അതിന്റെ ആഴങ്ങൾ കണ്ടെത്തുന്നതിന്റെ പുതുമയാണുള്ളത്. അല്ലാണ്ട് പുതിയൊരു വെളിപാടില്ല, പുതിയൊരു ഭാഗം കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല. പകരം ആഴങ്ങളിലേക്ക് പോകുന്നു, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. അതാണ് അതിന്റെ പുതുമ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരമാണ് വെളിപാടിന്റെ പുതുമ, അല്ലാണ്ട് പുതിയ പുതിയ ഫാക്ട്സ് വരുന്നു എന്നുള്ളതല്ല. ഇനി ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം 12-14 വായിക്കാമോ? 12 മുതൽ 14 വരെ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ ഇപ്പോൾ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. നോക്കുക, എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് സംസാരിക്കും. എനിക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. അത് ഇപ്പോൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഈശോയോട് പറയുകയാണ്. അത് ഈശോയുടെ കുരിശുമരണമായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ, ഇപ്പോഴും നമ്മളെല്ലാവരും മനുഷ്യരാണ്. ദൈവത്തിന്റെ നമുക്കൊരു മനുഷ്യൻ പറയുന്ന ഒരു പൂച്ചയ്ക്ക് പോലും ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നിരിക്കെ എങ്ങനെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ അഗാധമായ ദൂരത്തിൽ ദൈവത്തിന് വെളിപ്പെടുത്താനുള്ളതൊക്കെ എങ്ങനെയാണ് മനുഷ്യന് മനസ്സിലാവുക? അവൻ ആവശ്യമുള്ളതിനനുസരിച്ചും അവൻ വളരുന്നതിനനുസരിച്ചും അവൻ കൂടുതൽ കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് മഴ, മേഘം മുഴുവനും പെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ പാത്രത്തിനനുസരിച്ച് കൂടുതൽ ശേഖരിക്കും, അല്ലെ? പാത്രം വളരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ മഴ അവൻ ശേഖരിച്ചുകൊണ്ടിരിക്കും. എന്നതുപോലെ ദൈവിക വെളിപാട് മനുഷ്യവംശത്തിന് സമ്പൂർണ്ണമാണ്. അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വെളിപാട് വർദ്ധിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക എന്നതാണത്. അതുകൊണ്ട് തന്നെയാണ് CCC 94-ൽ CCCയുടെ 94 ഇങ്ങനെ വായിക്കും: വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതായത് വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് അത് പിന്നെ വളരുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്താണ്? അത് വായിക്കുന്നവനോടൊപ്പം വളരുന്നു എന്ന് പറഞ്ഞാൽ ഈ റീഡറും ഈ ടെക്സ്റ്റിന്റെ ഒരു പാർട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത് മനുഷ്യൻ സ്വീകരിച്ചു എന്ന് പറയുന്നതോടെ കൂടുമ്പോഴാണ് വെളിപാട് പൂർണ്ണമാകുന്നത്. അപ്പൊ അവന്റെ വളർച്ചയും വെളിപാടിന്റെ വളർച്ചയാണ്. അവന്റെ വളർച്ചയും വെളിപാടിന്റെ വളർച്ചയാണ്. ഇത് ശരിക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അവനും ദ റിസീവർ ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ റെവലേഷൻ. അല്ലാണ്ട് ദൈവം മാത്രമല്ല റെവലേഷൻ. ദൈവം റിവീൽ ചെയ്യുന്നു, അത് സ്വീകരിക്കുന്നയാളും ഈ റെവലേഷന്റെ പാർട്ടാണ്, ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിക്കുന്നവന്റെ കപ്പാസിറ്റീസ് വളരുന്നതിനനുസരിച്ച് റെവലേഷനും വളരുന്നു എന്നൊരു വളരെ ആലങ്കാരികമായ മനോഹരമായ അർത്ഥത്തിൽ പറയാൻ പറ്റും. എന്നിട്ട് പറയുകയാണ്, ഈ ഫാത്തിമ സന്ദേശത്തെയും ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കാവുന്നത്. എങ്ങനെ? ഈ പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വെളിപാടുകളും ദർശനങ്ങളുമാകുന്ന സ്വകാര്യ വെളിപാടിനെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫാത്തിമ സന്ദേശം ഉൾപ്പെടെയുള്ളതൊക്കെ സ്വകാര്യ വെളിപാടുകളാണ്. അവയെ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ഒരു നമ്മളെ സഹായിക്കുന്ന ചില കുഞ്ഞു കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരു വെളിപാടുണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഒരാൾക്ക് ദൈവം വെളിപ്പെടുന്നത് മാതാവ് വഴിയോ വിശുദ്ധ വഴിയൊക്കെ വെളിപ്പെടും. പിന്നെ അത് അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം? നമുക്കൊരു വെളിപാട് ഉണ്ടായിരുന്നു ഓർത്ത് അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം? അല്ലെ? മാതാവ് പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. എന്താണ് ഇതിന് കുഴപ്പം? ചിലപ്പോഴൊക്കെ സഭ അങ്ങനെ ഒരു സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞു, ആളുകളൊക്കെ അവിടെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗികമായി സഭ ചിലപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് ഇടപെടണമെന്നൊന്നുമില്ല, അതിനെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, അതെന്താ ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് സഭയെ അന്വേഷിക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറയുകയൊക്കെ ചെയ്യണ്ടേ? ചുമ്മാ അങ്ങ് തുറന്നു വിട്ടേക്കുവാണോ? ഞങ്ങൾക്ക് അവിടെ പോകണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. നമ്മളത് കേട്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവിക വെളിപാട്
അഥവാ ഈ സ്വകാര്യ വെളിപാട്, അതിനകത്ത് പ്രധാനപ്പെട്ട ചില ബുദ്ധിമുട്ടുകളുണ്ട്. സ്വകാര്യ വെളിപാടിന് ചില പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വകാര്യ വെളിപാട് ഒരിക്കലും പൂർണ്ണമായ ദൈവിക വെളിപാടുകളായിട്ടല്ല ലഭിക്കുന്നത് എന്നാണ്. സ്വകാര്യ വെളിപാടുകൾ ഒരിക്കലും പൂർണ്ണമായ ദൈവിക വെളിപാടുകളായിട്ടല്ല ലഭിക്കുന്നത് എന്നാണ്. അതിപ്പോ ആർക്ക് ലഭിച്ചാലും, അത് ഫൗസ്റ്റീനയ്ക്കാവട്ടെ, 3 കുഞ്ഞുങ്ങൾ അല്ലെ, പല സ്ഥലത്തും കുഞ്ഞുങ്ങൾക്കാണ് മാതാവിന്റെ പ്രത്യക്ഷീകരണമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇവൻ കുറവലിങ്ങാട് ആണല്ലോ ആദ്യത്തെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഇടം. അപ്പരിഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് ആദ്യത്തേത് കേരളത്തിലാണ്, കുറവലിങ്ങാടാണ് ഏറ്റവും ആദ്യത്തേത്. അതിനുശേഷമാണല്ലോ പിന്നീട് ഈ ഫാത്തിമയിലും ലൂർദിലും മെജഗോറയിലും വാൽസിംഗ്ഹാമിലും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കുറവലിങ്ങാട് നമ്മുടെ നാട്ടിലെ ആ പ്രത്യക്ഷീകരണം തന്നെയും ഫാത്തിമയിലെയൊക്കെ പോലെയാണ്. ആട് മേയിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത്. എനിവേ, ഈ പ്രത്യക്ഷീകരണങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്താണ്, അതിന്റെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വീകരിക്കുന്നവർ നേരിട്ട് ദൈവത്തെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയല്ല ചെയ്യുന്നു. ഇനി അവർ കൊടുക്കുമ്പോഴും അത് നേരിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. ആദ്യം സ്വീകരിക്കുന്ന കാര്യം പറയാം. സ്വീകരിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവര് ദൈവം വിശുദ്ധരിലൂടെയോ അല്ലെ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെയോ പറയുന്നത് കേൾക്കുന്നു. അതങ്ങനെ തന്നെയാണ്, പറയുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. ഇനി രണ്ടാമത് അതിന്റെ കൂടുതൽ വേറെ സൂത്രം കൂടെ കലരും. എന്താണെന്നറിയാമോ? സ്വാഭാവികമായും ദൈവം സംസാരിക്കുമ്പോൾ അവനോട് അതിന് വിരുദ്ധമായിട്ടോ വിപരീതമായിട്ടോ ഒക്കെ സാത്താന് സംസാരിക്കാൻ, ഉച്ചത്തിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നിടത്ത് പിശാച് അതിനേക്കാൾ ഉറക്കെ എന്നതുപോലെ പല വിധത്തിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, അവൻ തന്നെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനോട് ചോദിക്കാം, പണ്ട് പറഞ്ഞിട്ടുള്ള ഉദാഹരണം തന്നെയാണ്. ഇപ്പൊ ഞാനൊരു വാക്ക് പറഞ്ഞു, ബെത്ലഹേം എന്ന് പറയുന്നു. ബെത്ലഹേം, നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരുടെ മനസ്സിൽ കൂടെ പോയത് എന്തായിരിക്കും ആലോചിച്ച് നോക്കിയാൽ. ചിലര് പെട്ടെന്ന് ഓർത്തത് ഈശോ ജനിച്ച സ്ഥലത്തെ ആ നക്ഷത്രവും ഒക്കെ ഓർത്ത ആൾക്കാരിനകത്തിരിക്കുന്നുണ്ട് അല്ലെ. ചിലര് പെട്ടെന്ന് തണുപ്പൊക്കെ ഓർത്താണ്, ഹായ് ഇങ്ങനെ തണുപ്പ്. ചില പുൽക്കൂടായിരിക്കും ഓർത്തിട്ടുണ്ടാകും. ഇത് ഓരോരുത്തരും ഓരോന്നാണ് ഓർത്തത്. ഞാൻ ബെത്ലഹേം എന്നേ പറഞ്ഞുള്ളൂ. നോക്കുക, ദൈവിക വെളിപാട് സ്വീകരിക്കുന്നതിനനുസരിച്ച് ഒപ്പം തൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, തൻ്റെ മുൻ അനുഭവങ്ങളും തൻ്റെ ഓർമ്മയും തൻ്റെ മനസ്സും കൂടി അതിലേക്ക് കലരും. അതും കൂടെ അങ്ങ് സംസാരിക്കും. അപ്പോൾ തിന്മയിൽ നിന്നുള്ളത് കലർന്നു വരാം, ദൈവം സംസാരിക്കുന്നതോടൊപ്പം തന്നെ തിന്മയിൽ നിന്നുള്ളത് കലർന്നു വരാം, തൻ്റെ ഉള്ളിൽ നിന്നുള്ളത് കലർന്നു വരാം. ഇത് മൂന്നൂടെ കൂടി കലർന്നതാണ് ഇയാൾ സ്വീകരിക്കുന്നത്. ഇത് മൂന്നൂടെ കലർന്നതാണ് ഇയാൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വെളിപാട് സ്വീകരിക്കുന്ന ആരും സ്വീകരിക്കുന്നത് ഈ 3 മേഖലകളിൽ നിന്നുള്ള 3 സോഴ്സുകളിൽ നിന്നുള്ളത് ഒരുമിച്ചാണ് ഇടകലർന്ന് സ്വീകരിക്കുന്നത്. ഇനി അടുത്ത പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഈ ആളിത് മറ്റുള്ളവരോട് പറയുമ്പം അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് പറയുന്നത്. അതിന് ആ വ്യക്തി കൊടുത്ത ഒരു ഇന്റർപ്രിട്ടേഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കാണിച്ചു തരുന്ന പോലെ അല്ലത്. ഒരാൾക്കുണ്ടാകുന്ന ദർശനം, അത് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, കുറെ കാര്യം അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അവ ഇങ്ങനെ ആള് സ്വീകരിക്കുമ്പോൾ പല സോഴ്സുകളിൽ ഇതിനകത്തോട്ട് വരുന്നു. എന്നിട്ട് അയാൾ എന്ത് മനസ്സിലാക്കിയെന്ന് ലോകത്തോട് പറയുന്നു. ആ ആളെന്ത് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ആളുടെ പങ്കാളിത്തമില്ലാതെ ആ ഫോട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമല്ല ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ അതിനകത്തു നിന്നുള്ള സത്യത്തിന്റെ അംശം എവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും? ഇതിലെ ഒരു പ്രോബ്ലം അല്ലെ. അതെങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? അത് കളക്ട് ചെയ്യാനുള്ള അരിപ്പയാണ് തിരുസഭയുടെ പരസ്യ വെളിപാട്. പരസ്യ വെളിപാട് എന്ന് പറയുന്ന ആ അരിപ്പയിലൂടെ ഇത് കടത്തിവിടുമ്പോൾ ചില ഭാഗങ്ങൾ കടന്നു പോകാതെ അങ്ങനെ കഴിക്കും. അത് സ്വീകരിക്കാവുന്നതല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ രാത്രി കടന്നുറങ്ങുകയാണ്. അപ്പൊ പെട്ടെന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ശരിക്കും കണ്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, എന്താ പറയാ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം, വൈദികർക്ക് വേണ്ടിയൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കണം, വിശുദ്ധമായ ജീവിതം നയിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ, ജപമാലയൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മാതാവിന്റെ കൂട്ടിച്ചേർത്തു ജപമാല ചെല്ലുന്നതാണ് ഏറ്റവും രക്ഷാകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നീ കഴിയുന്നിടത്തോളം ഇപ്പൊ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അത് ഒരു കുറച്ച് കൂടുതൽ ജപമാല ചൊല്ലി വീട്ടിലിരുന്നോ ഒക്കെ ആയിട്ട് ജപമാല കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതാണ് ഇടവക ദേവാലയത്തിൽ പോയിട്ട് കുർബാന കൂടുന്നതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് പ്രീതികരം
എന്ന് മാതാവ് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഈ പരസ്യ വെളിപാടിനകത്തൂടെ അരിക്കാം. അപ്പൊ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? പരസ്യ വെളിപാടിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള പ്രാധാന്യത്തെ ഇടിച്ചു താഴ്ത്തുന്നതോ അതിനെ അവഗണിക്കുന്നതോ ആയ ഒന്നും ഈ അരിപ്പയിലൂടെ കടന്നു പോവില്ലല്ലോ. അപ്പൊ അതവിടെ തങ്ങിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പരസ്യ വെളിപാടിന് യോജിക്കാത്തതൊന്നും അല്ലെങ്കിൽ അതിനകത്തൂടെ ഉള്ളതല്ലാത്തതൊന്നും സ്വകാര്യ വെളിപാടിൽ സംഭവിക്കുകയില്ല. കാരണം എല്ലാം ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. കഴിഞ്ഞവയ്ക്ക് പുറമേ നിന്ന് പുതുതായിട്ടൊന്നും ഇനി വരാനില്ല, അതിന് വിരുദ്ധമായിട്ടുള്ളതും ഒന്നും വരാനില്ല. അപ്പോൾ എനിക്കുണ്ടാകുന്ന സ്വകാര്യ വെളിപാടുകളുടെ വാസ്തവികതയെ ഞാൻ പരിശോധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചാണ്. ഒന്ന്, പൊതു വെളിപാടിന് വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? രണ്ട്, പൊതു വെളിപാടിന് പുറത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ? പൊതു വെളിപാടിന് പുറത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ നന്മയായിട്ടുള്ളത് പോലും ആയിക്കോട്ടെ. പുറത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അതിന് വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇത് രണ്ടും സ്വീകാര്യമല്ല. എന്നാൽ പൊതു വെളിപാടിനോട് ചേർന്ന് പോകുന്നതും അതിനെ കൂടുതൽ വ്യക്തമാക്കുന്നതുമായതൊക്കെ ശരിയായ പല സ്വകാര്യ വെളിപാടാണ് എന്ന് നമുക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവ ശരിക്കും ഉള്ളതാണ്, അത് ദൈവം വെളിപ്പെടുത്തിയത് തന്നെയാട്ടോ എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും, നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. ഇനി എങ്ങനെയാണത് ബോധ്യപ്പെടേണ്ടത്? അത് ബോധ്യപ്പെടേണ്ടത് തിരുസഭ നടത്തുന്ന അരിക്കലിലൂടെയാണ്. അല്ലാണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഊഹം വെച്ചിട്ടല്ല. നമുക്ക് പോലും അത് കുറച്ച് സാധിക്കും. കാരണം നമുക്ക് പറഞ്ഞുണ്ടായാൽ അത് മാതാവ് പറഞ്ഞൊന്നുമല്ല, മാതാവ് അങ്ങനെ പറയില്ലല്ലോ എന്ന് നമുക്ക് കരുതാൻ പറ്റും. നമുക്ക് പോലും ചെറിയ ധാരണയുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് പൊതുധാരണയുണ്ടാവും. പക്ഷെ അതിനെ ആധികാരികമായി പഠിപ്പിക്കേണ്ടത് തിരുസഭയാണ്. തിരുസഭ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് ആവശ്യമെങ്കിൽ, പലപ്പോഴും ഇതിന്റെ ആവശ്യം പോലും ഇല്ല. കാരണം സ്വകാര്യ വെളിപാടുകൾ എപ്പോഴും സ്വകാര്യ വ്യക്തികൾക്കുള്ളതാണ്. പൊതുവായിട്ടുള്ളതാണെങ്കിൽ ദൈവം മറ്റൊരു വിധത്തിൽ അത് ചെയ്തേനെ. അത് ഒരു വ്യക്തിക്കുള്ളതോ ഒരു കുഞ്ഞു ഗ്രൂപ്പിനുള്ളതോ ആണ്. അപ്പൊ അതുകൊണ്ട് സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാൻ നമുക്ക് കടമയുണ്ടോ? ഉദാഹരണത്തിന് അംഗീകരിക്കപ്പെട്ടുള്ളതായിക്കോട്ടെ, ഫാത്തിമയിലെ, ലൂർദിലെ, വേളാങ്കണ്ണിയിലെ, നമ്മളത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണോ? സത്യത്തിൽ സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാൻ നമുക്ക് കടപ്പാടില്ല, നമുക്ക് ബാധ്യതയില്ല. സ്വകാര്യ വെളിപാടുകൾ ഒരാൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വിശ്വസിക്കണമെന്ന് തിരുസഭ നിർബന്ധത്താൽ ആവശ്യപ്പെടുന്നില്ല. അഥവാ വിശ്വാസ രഹസ്യങ്ങളുടെ ഒരു ഭാഗമായിട്ട് സ്വകാര്യ വെളിപാടുകളെ കണക്കാക്കുന്നേയില്ല. എന്ന് പറഞ്ഞാൽ സ്വകാര്യ വെളിപാടുകൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഒരാൾ ശിക്ഷയ്ക്ക് വിധേയനാവുകയില്ല. അയാൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിപാട് അസാധു, അല്ലെങ്കിൽ അയാൾക്കുള്ള വിശ്വാസം അസാധു ആവുകയുമില്ല. എന്ന് പറഞ്ഞാൽ സ്വകാര്യ വെളിപാട് വിശ്വാസത്തിന്റെ പ്രധാന വിഷയമല്ല, വിശ്വാസത്തിന്റെ അനിവാര്യ ഭാഗമല്ല, വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകവുമല്ല. അതുകൊണ്ട് അതിനകത്ത് അത് ഇപ്പൊ ലൂർദില് മാതാ പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാനോ എനിക്കോ നിങ്ങൾക്കോ കടമയൊന്നുമില്ല. എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ആശങ്കയുണ്ടാകും. എങ്ങനെയാണ്? ഇനിയാണ് അവിടെ എന്താണ് പറയുന്നത് എന്നുള്ള വിഷയം വരുന്നത്. എല്ലാ സ്വകാര്യ വെളിപാടുകളും എന്തായിരിക്കും പറയുക? പരസ്യ വെളിപാടിനെ ഒന്നുകിൽ അസർട്ട് ചെയ്യും, എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കും, അല്ലെങ്കിലോ അതിലെ പൊതു വെളിപാടിലെ ചില പ്രത്യേക കാര്യങ്ങൾ, കാലിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ എടുത്തു പറയും. ഒന്നുകിൽ ചില കാര്യങ്ങൾ ഊന്നിപ്പറയും, ചില കാര്യങ്ങളെ എടുത്തു പറയും, ഓർമ്മിപ്പിക്കുകയോ ഊന്നിപ്പറയുകയോ മാത്രമാണ് സ്വകാര്യ വെളിപാടുകൾ ചെയ്യുന്നത്, പുതുതായിട്ടൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫാത്തിമയിൽ മാതാ പ്രത്യക്ഷപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ വിശുദ്ധ കുർബാനയിൽ കൃത്യമായി പങ്കെടുക്കണമെന്നോ ഒക്കെ അങ്ങനെയുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണെന്ന് കരുതുക. അവയൊക്കെ സത്യത്തിൽ എന്താണ്? അല്ലെങ്കിൽ യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന കാര്യമാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അയ്യോ മാതാവ് വന്ന് പറഞ്ഞു യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങണം, അതുകൊണ്ട് ഇപ്പൊ തന്നെ ലോകം അവസാനിക്കുമെന്ന് വിചാരിക്കണ്ട. യുഗാന്ത്യത്തിന് വേണ്ടി ഒരുങ്ങണമെന്നുള്ളതാണ് സുവിശേഷങ്ങളുടെ പ്രധാന കണ്ടന്റ്. സുവിശേഷങ്ങൾ സദാ ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറയുന്ന സുവിശേഷത്തിലെ സന്ദേശം തന്നെയാണ് മാതാവ് വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ സന്ദേശങ്ങൾ തന്നെയാണ് തിരുസഭയിൽ നൽകപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്ന രഹസ്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് എന്നതാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിലെ സന്ദേശങ്ങൾ തന്നെയാണ് മാതാവ് പറയുന്നത്, തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം അവ ഓൾറെഡി നൽകപ്പെട്ടിരിക്കും. മാതാവ് വന്ന് രണ്ടാമത് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്, അത് ഓൾറെഡി വിശ്വസിക്കാൻ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാതാവ് അത് പറഞ്ഞതുകൊണ്ട് അയ്യോ ഞാൻ ഇച്ചിരൂടെ ശ്രദ്ധിക്കണമല്ലോ എന്ന് എനിക്കൊരു ആത്മപ്രേരണ ഉണ്ടാവുക മാത്രം ചെയ്യും. എനിക്ക് കുറച്ചുകൂടി ഒരു തീക്ഷ്ണത ഉണ്ടാവുക മാത്രം ചെയ്യുന്നു. അതാണ് സ്വകാര്യ വെളിപാടുകളുടെ ഉദ്ദേശം.
എന്ന് പറഞ്ഞാൽ അലസമായിട്ടിരിക്കുന്ന ചില ആളുകൾക്കോ അല്ലെങ്കിൽ ദൈവം ചില കാര്യത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുന്ന ആളുകൾക്കോ കൂടുതൽ പ്രചോദനത്തിന് വേണ്ടിയോ കൂടുതൽ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആത്മീയ നിസ്സംഗത ഒഴിവാക്കാൻ വേണ്ടിയോ ഒക്കെ മാത്രമാണ് സ്വകാര്യ വെളിപാടുകൾ നൽകപ്പെടുന്നത്. അതായത് അല്ലാതെ പൊതു വെളിപാടിൽ മിശിഹായിൽ പൂർത്തിയായ വെളിപാടിനോട് ഇച്ചിരിയൂടെ കുറെ കാലം കഴിഞ്ഞില്ലേ, ഇനി പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തോണ്ടിരിക്കാം എന്ന് വിചാരിച്ച് മാതാവ് വന്ന് പുതിയ പുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നതല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് പ്രധാനമായും ഒന്നാമത് നമ്മൾ ഓർക്കണം, അത് അരിച്ചെടുക്കേണ്ടതാണ്. അതിനെ സൂക്ഷ്മതയോടുകൂടി അരിച്ചെടുക്കേണ്ടതാണ്. ആ അരിച്ചെടുക്കൽ നടത്തേണ്ടത് തിരുസഭയുടെ മജിസ്തേരിയമാണ്, തിരുസഭയുടെ പ്രബോധനാധികാരമാണ്. തിരുസഭയുടെ പ്രബോധനാധികാരത്തിന് നൽകപ്പെട്ടിരിക്കുന്ന നിക്ഷേപം, വിശ്വാസത്തിന്റെ നിക്ഷേപത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ അരിപ്പയിലൂടെയാണ് പിന്നീട് ഉണ്ടാകാവുന്ന സ്വകാര്യ വെളിപാടുകളെയൊക്കെ അരിച്ചു നോക്കിയിട്ട് ഇതുവരെ അംഗീകരിക്കാം, ഇന്ന ഭാഗങ്ങൾ അംഗീകരിക്കാം എന്നൊക്കെ പറയുന്നു. അതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ചിലതെല്ലാം സഭ അംഗീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വെളിപാടിനെ പൂർണ്ണമാക്കുന്ന എന്തെങ്കിലും അവയ്ക്കുണ്ട് എന്ന അർത്ഥത്തിലല്ല അത്. തിരുസഭ ചില വെളിപാടുകളെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫാത്തിമയിലും ലൂർദിനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അത് വെളിപാടിനെ പൂർത്തിയാക്കുന്ന എന്തെങ്കിലും അതിനകത്തുണ്ട് എന്നതിനർത്ഥമില്ല എന്ന് ആസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ചരിത്രത്തിൽ ഒരു പ്രത്യേക ദശാസന്ധിയിൽ അതെങ്ങനെ സജീവമായി ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് തിരുസഭ അതിനെ അംഗീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വിഷയം എങ്ങനെ കുറച്ചുകൂടെ സജീവമായി ജീവിക്കാമെന്ന് ആ സ്വകാര്യ വെളിപാട് ചിലപ്പോൾ നമ്മെ പഠിപ്പിച്ചേക്കാം. അതുകൊണ്ട് മാത്രമാണ് സ്വകാര്യ വെളിപാടിനെ തിരുസഭ അംഗീകരിക്കുക മാത്രം ചെയ്യുന്നു, വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയല്ല, അംഗീകരിക്കുക മാത്രമായി ചെയ്യുന്നു. ഇനി 3 പോയിന്റുകൾ എടുത്തു പറയുകയാണ്. ഒന്നാമത്തേത്, സ്വകാര്യ വെളിപാടുകളുടെ അധികാരം പൊതുവായ വെളിപാടിൽ നിന്ന് അടിസ്ഥാനപരമായി ഭിന്നമാണ്. പൊതു വെളിപാട് നാം വിശ്വസിക്കാനുള്ളതാണ്. പൊതു വെളിപാട് നാം വിശ്വസിക്കാനുള്ളതാണ്. മറ്റേതാണെങ്കിലോ അത് അങ്ങനെ ഒരു പർപ്പസ് ഇല്ല. സ്വകാര്യ വെളിപാട് നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമല്ല, വിശ്വസിക്കാൻ വേണ്ടിയുള്ളതല്ല. ഞാനിത് പറയുന്ന ഓർക്കണം. പലപ്പോഴും നിങ്ങളെ ഫാത്തിമ രഹസ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മാതാവ് അങ്ങനെ പറഞ്ഞു, നിങ്ങളത് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മുടെ പുറകെ വട്ടം കൂടാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ജീവിക്കും. അത് വിശ്വസിക്കാനായിട്ട് വന്നേക്കുന്നതല്ല. അത് നമ്മൾ ഇന്ന് അറിയാനോ കാലത്തിനനുസരിച്ച് കാലത്തിന് പ്രത്യേക ദിശാസന്ധിയിൽ അത് കുറച്ചുകൂടെ നന്നായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന മാത്രമാണ്. ചിലർ കത്തോലിക്ക സഭയും കൂടെ ഉപേക്ഷിച്ചിട്ട്, പരസ്യ വെളിപാടിന്റെ ഉറവിടമാകുന്ന തിരുസഭയെ ഉപേക്ഷിച്ചിട്ട് ആ വെളിപാടിന്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ സെക്റ്റുകൾ നമുക്ക് പരിചയമില്ലേ? കത്തോലിക്ക സഭയ്ക്കെതിരെ നിൽക്കും, എന്നിട്ടോ വെളിപാടിന് വേണ്ടി ജീവിക്കും. വെളിപാടാണ് അവരുടെ പ്രസംഗങ്ങളിലെ മുഴുവൻ വിഷയം. എല്ലാ പ്രഘോഷണ വേദികളിലും ഈ വെളിപാടിലെ മാന്ത്രികതയൊക്കെ അവതരിപ്പിച്ച് മനുഷ്യരെ ഭയപ്പെടുത്തി, ഉയ്യോ കണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ രഹസ്യമാണത്, ഫാത്തിമ രഹസ്യം ദാ ചുരുളഴിയുന്നു, അത്ഭുതം ഓടി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൂട്ടി അവരെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന സംഘങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകണമെന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. അവരെക്കുറിച്ച് ജാഗ്രതയുണ്ടാകും. കാരണം അത് വിശ്വാസ വിഷയമൊന്നുമല്ല, ദൈവിക വെളിപാടിന്റെ ഭാഗവുമല്ല, അത് അവയെ പൂർത്തീകരിക്കാൻ ഇരിക്കുന്നതുമല്ല സ്വകാര്യ വെളിപാട്. അത് ആർക്കുണ്ടായ വെളിപാടാണെങ്കിൽ പോലും അത്രേ അതിനെ വിലമതിക്കേണ്ട കാര്യമുള്ളൂ എന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ അത് വിശ്വാസ വിഷയമാണ്. ഇനി സ്വകാര്യ വെളിപാട് എന്താണ്? അത് വിശ്വാസത്തിനൊരു സഹായിയാണ്. നമ്മൾ വിശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് മാത്രം, വിശ്വസിക്കാൻ ഒരു ഹെൽപ്പ് മാത്രം. സത്യത്തിൽ ഈ സെക്റ്റുകളൊക്കെ ചെയ്യുന്നത് എന്താ നോക്കിയേ, ദൈവത്തിൽ നിന്നുള്ള വെളിപാടിനെ മാറ്റി നിർത്തും, ആ വെളിപാട് ജീവിക്കുന്ന സഭയെ മാറ്റി നിർത്തും, എന്നിട്ട് അതിനെ സഹായിക്കാൻ ഉള്ള കാര്യത്തെ എടുത്തുകൊണ്ട് നടത്തും. സത്യത്തിൽ ഇതിനെ സ്വീകരിക്കുന്നതിൽ എന്താണത് പ്രയോജനപ്പെടേണ്ടത്? ഈ സഭയിൽ നൽകപ്പെട്ടിരിക്കുന്ന പൊതു വെളിപാടിനെ ജീവിക്കാനുള്ള സഹായമല്ലേ അത്. അപ്പൊ അത് സഹായിക്കുക എന്നുള്ളതല്ലേ. ഉദാഹരണത്തിന് ഫാത്തിമ രഹസ്യം ആകാംക്ഷയോടെ വായിക്കുന്നവരാണ്, അയാളെ എന്താണ് ആ രഹസ്യം സഹായിക്കേണ്ടത്? തിരുസഭാ ജീവിതം, വിശുദ്ധ ഗ്രന്ഥത്തിന് അനുയോജ്യമായ സുവിശേഷാത്മക സഭാജീവിതം, അത് ഉചിതമായി നയിക്കാനാണ്, സഭാജീവിതം നയിക്കാനാണ് അയാളെ പ്രേരിപ്പിക്കേണ്ടത്. അല്ലാതെ സഭയിട്ടിട്ട് പോകാനല്ല. സഭയിൽ അപ്പടി കുഴപ്പമാണെന്ന് ഇപ്പൊ മാതാവ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ ആ കൂട്ടത്തിൽ പോകുക എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും? സഭയുടെ രാജ്ഞിയായ മറിയം എന്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും, ഓൾവേസ് ആൻഡ് എവരിവെയർ, അതെപ്പോഴും സഭാത്മക ജീവിതത്തിന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പൊ സഭാത്മക ജീവിതത്തിൽ നമ്മെ പിടിച്ചുകൊണ്ട് പോവുകയും വെളിപാടുകളെ കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കണം. അവർ ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല, തീർച്ചയായിട്ടുമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇനി
ഇനി ഇങ്ങനെ ബെനഡിക്ട് 14 മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിക്കും, കത്തോലിക്ക വിശ്വാസത്തിന്റെ ആരോഹണം ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട വെളിപാടുകളിൽ നിന്നുമല്ല, അത് സാധ്യവുമല്ല. ബെനഡിക്ട് 14 മാർപ്പാപ്പയെ പിന്നീട് ബെനഡിക്ട് 16 മാർപ്പാപ്പയായി തീർന്ന ജോസഫ് റാറ്റ്സിംഗർ അതിന് കുറെ വർഷങ്ങൾക്ക് മുൻപ് കോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ, കത്തോലിക്ക വിശ്വാസത്തിന്റെ ആരോഹണം എന്ന് പറഞ്ഞാൽ അതിന്റെ വളർച്ച ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട വെളിപാടുകളിൽ നിന്നുമല്ല, അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വെളിപാടുകളിൽ നിന്നല്ല അത്. പിന്നെയോ അത് സാധ്യവുമല്ല, ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. ഈ പരസ്യ വെളിപാടിന്റെ വളർച്ച സ്വകാര്യ വെളിപാടുകളിലൂടെ നടക്കുമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. എന്നാൽ ഈ വെളിപാടുകൾ വിവേകത്തിനനുസരിച്ച് ഭക്തിക്ക് ചേർന്നതും വിശ്വാസ്യവുമെന്ന് മാനുഷിക വിശ്വാസത്തിന്റെ ആരോഹണം ആവശ്യപ്പെടും. അത്രയും മാനുഷിക വിശ്വാസത്തിൽ, അതിനല്ല, നമ്മിലുള്ള മാനുഷിക വിശ്വാസത്തിന്റെ ഇമ്പ്രൂവ്മെന്റിന് കുറച്ച് ഹെൽപ്പ് ചെയ്യും. ഇനി സഭയുടെ അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നാണ്. സഭ അംഗീകരിച്ചു, അപ്പൊ അച്ഛാ ഈ ഫാത്തിമയിലെ വെളിപാട് സഭ അംഗീകരിച്ചതല്ലേ, അവിടെ പറഞ്ഞ കാര്യമല്ലേ ഇത് എന്ന ആളുകൾ ചോദിക്കാറില്ലേ? ഇതിന്റെ ഉത്തരമാണ് ഈ പറയാൻ പോകുന്നത്. സഭ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സഭ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് 3 കാര്യങ്ങളാണ് അർത്ഥം. ഒന്ന്, വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എതിരായതൊന്നും ഈ സന്ദേശത്തിലില്ല എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ നിരന്തരമായ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും വിരുദ്ധമായിട്ടുള്ളതൊന്നും അതിനകത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? അത് വെളിപ്പെടുത്തുന്നത് നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞാൽ ആ വെളിപാട് മറ്റൊരാളോട് പറയുന്നതിന് തെറ്റില്ല, അത് ബ്ലോക്ക് ചെയ്തിട്ടില്ല, അത് ബാൻ ചെയ്തിട്ടില്ല. ഒരു വെളിപാടിന്റെ സന്ദേശം ഫാത്തിമ രഹസ്യത്തിന്റെ കാര്യം പബ്ലിഷ് ചെയ്യുന്നതിനോ അല്ലെ അതൊരാൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നതിനോ കുറ്റമില്ല എന്നാണ് രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ എന്താണ്? വിശ്വാസികൾക്ക് വിവേകത്തോടെ ആവശ്യമെങ്കിൽ അത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമാണ്. ഈ 3 കാര്യം. ഒന്ന്, അതിനകത്ത് വിശ്വാസം ധാർമ്മികതയ്ക്ക് എതിരായിട്ടൊന്നുമില്ല. 2, അത് വെളിപ്പെടുത്തുന്നോർത്ത് അത് കിട്ടിയ ആൾക്ക് അത് പുറത്തു പറയുന്നതിന് തടസ്സമില്ല. മൂന്നാമത്തേത്, വിശ്വാസികൾക്ക് അത് വിവേകത്തോടെ സ്വീകരിക്കാൻ കുഴപ്പമില്ല. ഈ 3 കാര്യങ്ങളെ സഭ അംഗീകരിച്ചു എന്ന് പറയാൻ അർത്ഥമുള്ളൂ, അല്ലാതെ നമ്മളല്ലാതെ വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതിന് അർത്ഥമില്ല. ഇനി അങ്ങനെയാണെങ്കിലോ ഇവ എന്ത് ചെയ്യും? സുവിശേഷത്തെ മനസ്സിലാക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട വിധത്തിൽ ജീവിക്കുന്നതിനും അത്തരത്തിലൊരു സന്ദേശം ചിലപ്പോൾ നല്ല സഹായമായിരിക്കാം. അതുകൊണ്ട് അതിനെ അവഗണിക്കേണ്ടതില്ല. ഇത് നമുക്ക് ലഭിക്കുന്ന ഒരു സഹായമാണ്. എന്നാൽ നാം സ്വീകരിച്ചേ മതിയാവൂ എന്ന് ബാധ്യതയുള്ളതല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നാം അത് സ്വീകരിച്ചേ മതിയാവൂ എന്ന് ബാധ്യതയുള്ളതല്ല, ഒരു ഹെൽപ്പാണ്. അത്ര മാത്രമേ ഉള്ളൂ സ്വകാര്യ വെളിപാടുകളുടെ പ്രാധാന്യം. പലപ്പോഴും പല സ്ഥലത്തും സുവിശേഷത്തിന് തത്തുല്യമായിട്ടോ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക വലിയ ഭാഗം അപഹരിച്ചുകൊണ്ടോ ഈ വെളിപാടുകളെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചുകൂടാ. സുവിശേഷ പ്രഘോഷകരായിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എപ്പോഴും അവയെ അല്ല ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. പകരം നമുക്ക് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു സുവിശേഷ സന്ദേശമൊക്കെ പറഞ്ഞ് അത് പൂർത്തിയായ സമയത്ത് ഈ കാര്യം ഉണ്ടല്ലോ, മാതാവ് ഇന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെയാണ് എന്നൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദാറ്റ്സ് ഓക്കെ. അല്ലാണ്ട് അതിന് വെച്ച് പ്രഘോഷണം നടത്തരുത് എന്ന് തന്നെയാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. സുവിശേഷമായിരിക്കണം പ്രഘോഷണ വിഷയം. ഇനി ഇതിന്റെ അളവുകോൽ എന്താണ്? ഇതിന്റെ മൂല്യത്തിന്റെ അളവുകോൽ എന്താണ്? സ്വകാര്യ വെളിപാടുകളുടെ സത്യത്തിന്റെയും മൂല്യത്തിന്റെയും വില അറിയാനുള്ള അളവുകോൽ, അതിനകത്ത് എന്തോരം സത്യമുണ്ട്, എന്തോരം വാല്യൂ ഉള്ളതാണെന്ന് അറിയാനുള്ള അളവുകോൽ അവയ്ക്ക് ക്രിസ്തുവിനോടുള്ള ആഭിമുഖ്യമാണ്. അവ എന്തുമാത്രം ക്രിസ്തുവിനോടും അവിടുത്തെ ശരീരമാകുന്ന സഭയോടും അഭിമുഖമായിരിക്കുന്നു, അതാണ് അതിന്റെ അളവുകൾ. അതിന് വിരുദ്ധമായിട്ടുള്ളത് എന്തും തള്ളിക്കളയപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ബുക്ക് ഓഫ് ട്രൂത്ത് സഭയ്ക്കെതിരെയാണ്. ഈ എന്താ പറയാ ഫാത്തിമ രഹസ്യം ചുരുൾ കഴിയുന്നു എന്ന് പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങൾ സഭാവിരുദ്ധമാണ്, മിശിഹായ്ക്കെതിരെയാണ്. അതുകൊണ്ടാണ് അവ തള്ളിക്കളയണമെന്ന് തിരുസഭ പഠിപ്പിക്കുന്നത്. അത് നമ്മെ അവിടെ നിന്ന് അകറ്റുമ്പോൾ, അത് ക്രിസ്തുവിൽ നിന്ന് സ്വതന്ത്രമാകുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷത്തിൽ നിന്ന് പ്രധാനപ്പെട്ട മറ്റൊന്നോ ഭിന്നമോ ആയ രക്ഷാപദ്ധതി അവതരിപ്പിക്കുമ്പോൾ അത് നിശ്ചയമായും നമ്മെ സുവിശേഷത്തിൽ നിന്ന് അകറ്റാതെ അതിന്റെ ആഴത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല, അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതായിരിക്കുകയില്ല എന്ന് തിരുസഭ പഠിപ്പിക്കും.